ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8 വസന്ത് പാഠ്യപുസ്തകത്തിലെ ബസ് കി യാത്ര എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. बस की यात्रा. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चलें. അപ്പോൾ ഞങ്ങൾ 5 കൂട്ടുകാർ തീരുമാനിച്ചു, തൈക്കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു വൈകുന്നേരം 4 മണിക്കുള്ള ബസ്സിൽ പോകാൻ. അപ്പോൾ പന്നാസെ ഇസി കമ്പനിക്ക് ബസ്, ഇതേ കമ്പനിയുടെ ബസ് പന്നയിൽ നിന്നും സത്നയ്ക്കെലിയെ, സത്ന എന്ന സ്ഥലത്തേക്ക്, പന്ന എന്ന സ്ഥലത്ത് നിന്നും സത്നയ്ക്കെലിയെ ഘണ്ടെ ബർബാദ്, 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ജബൽപൂർ കി ട്രെയിൻ മിലാതെത്തി, അത് ജബൽപൂർ ട്രെയിനിലോട്ട് കയറാനുള്ള ബസ്സാണ്. അവിടെ ജബൽപൂർ ട്രെയിനിലോട്ട് കയറാം. അങ്ങനെയാണെങ്കിൽ സുബഹ് ഘർ പਹੁഞ്ചായെങ്കിൽ, എങ്ങനെ രാവിലെ വീട്ടിലെത്താൻ പറ്റും? അപ്പോൾ ഹമ്മേ ദോ സുബഹ് കാം പർ ഹാസിർ ഹോനാ ഥാ. അപ്പോൾ ഞങ്ങളിൽ 5 പേരിൽ 2 പേർക്ക് രാവിലെ അവിടെ ഓഫീസിൽ പ്രസൻറ്റ് ആവണമായിരുന്നു. അപ്പോൾ ഹാസിർ ഹോന എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരുക, പ്രസൻറ്റ് ആവുക. ഇസിലിയെ വാപ്പസി കാ യഹി രാസ്ത അപ്നാന ജറൂരി ഥാ. അപ്പോൾ തിരിച്ചു പോകുന്നതിന് ഇതേ വഴിയേ ഉള്ളൂ, അതായത് ഇത് തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അവർ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ലോഗോനെ സലാഹ് ദി കി സമജ്ദാർ ആദ്മി ഇസ് ഷാം വാലി ബസ് സെ സഫർ നഹി കർത്തെ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഉപദേശിച്ചു, സലാഹ് ദി എന്ന് പറഞ്ഞാൽ അവർ ഉപദേശിച്ചു. എന്താ പറഞ്ഞത്? കി സമജ്ദാർ ആദ്മി ഇസ് ഷാം വാലി ബസ് സെ സഫർ നഹി കർത്തെ. ഒരു അറിവുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും, ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഇതിൽ യാത്ര ചെയ്യത്തില്ല, പ്രത്യേകിച്ച് വൈകുന്നേരം. സഫർ കർണ, യാത്ര ചെയ്യുക. അപ്പോൾ ക്യാ രാസ്തേമേ ഡാക്കു മിൽത്തേ ഹേ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് എന്താ ചോദിച്ചാൽ അവർ, ഡാക്കു, ബാൻഡിറ്റ്, വഴിക്ക് എങ്ങാനും ഡാക്കു ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. നഹി ബസ് ഡാക്കിൻ ഹേ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ബാൻഡിറ്റ് ക്വീൻ, അതായത് ഡാക്കിനാണ് അവിടെ ഉള്ളത്, അല്ലാതെ ഡാക്കു അല്ല എന്നവർ ഇങ്ങനെ പറഞ്ഞു. ബസ് കോ ദേഖാ തോ ശ്രദ്ധ ഉമട് പടി. അപ്പോൾ ബസ്സിനെ കണ്ടപ്പോൾ ശരിക്കും ശ്രദ്ധ, അതായത് നല്ല ബഹുമാനം തോന്നി, ബഹുമാനം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഖൂബ് വയോവൃദ്ധത്തി, അത്രയ്ക്ക് പ്രായം ചെയ്ത്, അതായത് നല്ല വാർദ്ധക്യത്തിലായിരുന്നു. വയോവൃദ്ധത്തി സദിയോക്ക് അനുഭവക്കെ നിശാൻ ലിയേ ഹുവേത്തി. വർഷക്കണക്കിനായിട്ടുള്ള ആ എക്സ്പീരിയൻസ്, അല്ല അനുഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന, അത് അടയാളങ്ങൾ ഉണ്ടായിരുന്നു അതിൽ, അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള നിശാൻ ലിയേ ഹുവേത്തി, അത്രയ്ക്ക് അടയാളങ്ങൾ അതിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ. ലോഗ് ഇസ്ലിയെ ഇസ്സെ സഫർ നഹി കർണ ചാത്തെ ഥേ കി വൃദ്ധാവസ്ഥാമേ ഇസെ കഷ്ട ഹോഗ. അതുകൊണ്ടായിരിക്കാം എന്താണ് ആൾക്കാർ യാത്ര ചെയ്യാതിരുന്നത്, കാരണം വൃദ്ധാവസ്ഥയിലായിരുന്നല്ലോ. ആ വണ്ടി കാണുമ്പോൾ തന്നെ നല്ല പ്രായം ചെന്നതാണ്, അപ്പോൾ അതിന് കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആൾക്കാർ ആ ബസ്സിൽ കയറാതിരിക്കുന്നത്. യ ബസ് പൂജാക്കെ യോഗ്യത്തെ, യ ബസ് പൂജാക്കെ യോഗ്യത്തെ, അതായത് പൂജ ചെയ്യാൻ നല്ല യോഗ്യതയുള്ള ബസ്സായിരുന്നു. അത്രയ്ക്ക് പ്രായം, അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ്ഡും, അപ്പോൾ അതുകൊണ്ട് പൂജ ചെയ്യാൻ യോഗ്യതയുള്ള ബസ്സാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. ഉസ് പർ സവാർ കേസെ ഹുവാ ജാ സക്താ ഹൈ. അപ്പോൾ അതിലെങ്ങനെ യാത്ര ചെയ്യാൻ തോന്നുമോ, അല്ല എങ്ങനെ യാത്ര ചെയ്യാം അതിൽ. ബസ് കമ്പനിക്ക് ഏക് ഹിസ്സേദാർ ഭി ഉസി ബസ് സെ ജാ രഹേ थे. അപ്പോൾ ബസ് കമ്പനിയുടെ തന്നെ ഒരു പാർട്ട്ണർ അതേ ബസ്സിലുണ്ടായിരുന്നു. ഹമേ ഉൻസെ പൂച്ച യ ബസ് ചൽത്തി ഭി ഹൈ. वो बोले चलती क्यों नहीं है जी, अभी चलेगी. हमने कहा वही तो हम देखना चाहते हैं, अपने आप चलती है यह. हाँ जी, और कैसे चलेगी. അപ്പോൾ ബസ് കമ്പനിയിലെ ആ പാർട്ട്ണറോട് ഞങ്ങൾ ചോദിച്ചു, യ ബസ് ചൽത്തി ഭി ഹൈ, ഇത് ഓടുമോ എന്ന് ചോദിച്ചു. അതുപോലെ ചൽത്തി ക്യൂ നെഹി, തീർച്ചയായിട്ടും ഓടും. അഭി ചലേഗി, ഇപ്പോൾ ഓടും. ഹംനെ കഹാ വഹി തോ ഹം ദേഖ്നാ ചാത്തെ ഹൈ, അതന്നെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അപ്നെ ആപ് ചൽത്തി ഹൈ യ, തന്നെത്താനെ ഓടുവോ. हाँ जी, और कैसे चलेगी, തന്നെത്താനെ ഓടും, അല്ലാതെ. അപ്പോൾ ഗസബ് ഹോ ഗയാ, ऐसी बस अपने आप चलती है, ഗസബ് ഹോ ഗയാ, ഓ വലിയ കാര്യമായി എന്നാണ് പറഞ്ഞത്. ऐसे बस अपने आप चलती है, അതായത് ആ സ്ഥിതിയിൽ അല്ല ആ ബസ് ഉണ്ടായിരുന്നത്, അല്ലേ. ഹം ആകാ പീछा करने लगे. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ ഒരു ഡോക്ടർ മിത്ര ഉണ്ടായിരുന്നു, അതായത് ഡോക്ടർ, ഒരു ഫ്രണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡറോ മത് ചലോ ബസ് അനുഭവി ഹേ. ഡറോ മത്, പേടിക്കേണ്ട, പോവാം, കാരണം ബസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. നയി നവേലി,
അതായത് പുതിയതായിട്ട് മേടിച്ചതുപോലെ അല്ലെ, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന പോലെയാണ് പറയുന്നത്. നെയ് നവേലി ബസ്സോ സെ ജ്യാദ, അതായത് പുതിയതായിട്ട് വന്ന ബസ്സിനേക്കാളും വിശ്വസനീയമാണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഈ ബസ് എന്നാണ് ആ ഡോക്ടർ മിത്ര പറഞ്ഞത്. ഹമേ ബേട്ടോ കി തര പ്യാർ സെ ഗോദ് മേ ലേക്കർ ചലേഗി, ഞങ്ങളെ കുട്ടികളെപ്പോലെ ആൺകുട്ടികളെപ്പോലെ തന്നെ മടിയിലിരുത്തിയിട്ട് കൊണ്ടുപോകും. ബേട്ടോ കി തര പ്യാർ സെ മടിയിലിരുത്തിയിട്ട് ഗോദ് മേ ലേക്കർ ചലേഗി. ഹം ബാറ്റ് ഗए, അപ്പം ഞങ്ങൾ ഇരുന്നു. ജോ ചോടനെ ആയേ തേ വെ ഇസ് തരഹ ദേഖ് രഹേ തേ ജൈസെ അന്തിം വിദാ ദേ രഹേ ഹേ. ഞങ്ങളെ വിടാൻ യാത്ര അയക്കാനായിട്ട് വന്നവരോ അവരാണെങ്കിൽ ഞങ്ങളെ ഏത് രീതിയിലാണ് നോക്കിയിരുന്നത്, എന്തോ ഞങ്ങൾ അവസാനമായിട്ട് യാത്ര അയക്കുന്നത് പോലെയാണ് അവർ നോക്കി നിന്നത്. ഉൻകി ആँखें कह रही थी आना जाना तो लगा ही रहता है, आया है सो जाएगा. राजा रंग फकीर, आदमी को कुछ करने के लिए एक निमित्त चाहिए. അപ്പോൾ അവരുടെ കണ്ണിൽ അവരെന്തോ പറയുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് അവസാന യാത്ര അയക്കാൻ വന്ന പോലെയാണ് അവരുടെ കണ്ണുകൾ പറയുന്നത്. അതായത് വരുന്നതും അവർ പറയുന്നത് എന്തായിട്ടാണ് ലേഖകൻ പറയുന്നത്, ആനാ ജാനാ തോ ലഗാ ഹി രഹത്താ ഹൈ, വരുന്നതും പോകുന്നതും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആയാ ഹെ സോ ജായേഗ, വന്നവരാണെങ്കിൽ പോവുകയും ചെയ്യും. അത് രാജാവാകട്ടെ, അതായത് ഗരീബ്, അതായത് റങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാകട്ടെ, ഫക്കീർ അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന റിലീജിയസ് സെയിൻറ്റ് അല്ലേ, ഫക്കീർ ആവട്ടെ, ആദ്മിക്കു കുച്ച് കർണേക്ക് ലിയേ ഏക് നിമിത്ത് ചാഹിയേ, എന്തെങ്കിലും ചെയ്യാൻ ഒരു നിമിത്തം മതി അല്ലേ, എന്തെങ്കിലും ഒരു റീസൺ മതി എന്നാണ് പറയുന്നത്. അതായത് റിസ്ക്കാണ് അവർ പോകുന്നത്, അത്ര ശരിയല്ല എന്ന രീതിയിലാണ് അവരുടെ ആ കണ്ണുകൾ പറഞ്ഞത് അല്ലേ. അവസാന യാത്രയപ്പിന് വന്നതുപോലെയായിരുന്നു അവിടുത്തെ ആ സ്ഥിതി. इंजन सचमुच स्टार्ट हो गया, ऐसा जैसे सारी बस ही इंजन है. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ എഞ്ചിൻ സ്റ്റാർട്ട് ഹോ ഗയ, സച്ച്മുച്ച് ശരിക്കും സ്റ്റാർട്ടായി. ऐसा जैसे सारी बस ही इंजन है, അത് സ്റ്റാർട്ടായപ്പോഴേക്കും എന്താ തോന്നിയത്, മുഴുവൻ ബസ്സും എഞ്ചിനാണെന്ന്, അത്രയ്ക്ക് ഗുഡുഗുഡുഗുഡുന്ന് ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു ബസ്. ഓർ ഹം ഇഞ്ചൻ കെ ഭീത്തർ ബാറ്റേ ഹേ, അപ്പോൾ ആ സമയത്ത് എന്താ തോന്നിയത് ലേഖകന്, ഞങ്ങൾ ഇഞ്ചിൻ്റെ ഇരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതായത് അത്രയ്ക്ക് അനങ്ങുന്നുണ്ടായിരുന്നു ആ ബസ്. കാഞ്ച് ബഹുത് കം ബച്ചേ ഥേ, കാഞ്ച് ആ വിൻഡോസിൻ്റെ ആ ഗ്ലാസസ് ഒക്കെ, കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസസ്, വളരെ കുറച്ചായിരുന്നു ബാക്കി. കം ബച്ചേ ഥേ, ജോ ബച്ചേ ഥേ ഉൻസെ ഹമേ ബച്ച്നാ ഥാ, ബാക്കി ഉണ്ടായിരുന്നതാണെങ്കിലോ പൊട്ടി എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റത്തില്ല, ആ രീതിയിലായിരുന്നു. ബച്ച്ന ഉൻസെ ഹമേ ബച്ച്നാ ഥാ, നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും വേണം, അതെപ്പോൾ വീഴുമെന്നറിയില്ലല്ലോ. ഹം ഫോറൻ ഖിഡ്കി സെ ദൂർ സറക് ഗയെ, അപ്പോൾ വേഗം കണ്ണാടിയിൽ നിന്നും ദൂരെ മാറി ഞങ്ങൾ. സറക്ന എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് മാറിയിരുന്നു. ഇഞ്ചൻ ചൽ റഹാ ഥാ, ഹമേ ലഗ് റഹാ ഥാ कि हमारी सीट के नीचे इंजन है. इंजन വർക്കായി. ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ തോന്നിയത്, ഞങ്ങളുടെ സീറ്റിൻ്റെ താഴെയാണോ എൻജിൻ വെച്ചിരിക്കുന്നത് എന്നാണ് ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയത്. बस सचमुच चल पड़ी और हमें लगा कि यह गांधी जी के असहयोग और सविनय अवज्ञा आंदोलनों के वक्त अवश्य ജവാൻ റഹി ഹോഗി. അപ്പോൾ ശരിക്കും ഓടി ബസ്. ലേഖകൻ അതിശയത്തോട് ചോദിക്കുകയാണ്, ശരിക്കും ഓടി? കാരണം അത് ബസ്സിൻ്റെ സ്ഥിതി കാണുമ്പോൾ ആർക്കും തോന്നും ആ ബസ് ഓടത്തു പോലും ഇല്ല. അപ്പോൾ ശരിക്കും ഓടി. ഹമേ ലഗാ കി യഹ് ഗാന്ധി ജി കെ അസഹयोग और सविनय अवज्ञा आंदोलन के वक्त അവശ്യ ജവാൻ റഹി ഹോഗി. അപ്പോൾ ഗാന്ധിജിയുടെ കാലത്ത് തീർച്ചയായും, അതായത് പ്രത്യേകിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് ആ പ്രസ്ഥാനത്തിൻ്റെ ആ സമയത്ത് ഈ ബസ് തീർച്ചയായും യങ് ആയിരിക്കണം അല്ലേ. യങ് ജവാൻ റഹി ഹോഗി. ഉസെ ട്രെയിനിങ് മിൽ ചുക്കി തീ, ട്രെയിനിങ്ങും കിട്ടിക്കാണണം. ഹർ ഹിസ്സ ദൂസരെ സെ അസഹयोग कर रहा था. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം, ലേഖകൻ കളിയാക്കി പറയുകയാണ് അല്ലേ. കാരണം ഇതിൻ്റെ ഓരോ പാർട്സും, അതായത് വണ്ടി അസഹयोग ചെയ്യുകയാണ്, അതായത് ഡിസൊബേ ചെയ്യുകയാണ് അല്ലേ, അനുസരിക്കാതിരിക്കുകയാണ്. പൂരി ബസ് സവിനയ അവജ്ഞ ആന്തോളൻ കെ ദോർ സെ ഗുസർ റഹി തി. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ, മുഴുവൻ ബസ്സും അതിൻ്റെ പാർട്സും എല്ലാം അസഹയോഗമായിരുന്നു. അതായത് ഒന്നും അഡ്ജസ്റ്റ് ആവുന്നില്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും അഡ്ജസ്റ്റായി വരുന്നില്ല, ഒന്നും ഒബേ ചെയ്യുന്നില്ല അല്ലേ. സീറ്റ് കാ ബോഡി സെ അസഹयोग ചൽ रहा था.
സീറ്റും ബോഡിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലായിരുന്നു. ആ സഹयोग അല്ലേ, ഒബേ ചെയ്യുന്നില്ല. കബി ലഗ്താ സീറ്റ് ബോഡി को छोड़कर आगे निकल गई है. ഇടയ്ക്ക് തോന്നും സീറ്റ് ബോഡിയേക്കാൾ മുമ്പോട്ട് പോകുന്നുണ്ട്. കബി ലഗ്താ है कि सीट को छोड़कर बॉडी आगे भागी जा रही है. അപ്പോൾ സീറ്റ് പിറകിലും ബോഡി മുമ്പോട്ട് പോയാണ്. 8-10 मील चलने पर सारे भेदभाव मिट गए. അപ്പോൾ കുറച്ച് 8-10 മീൽ കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാം മാറി. यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है. വീണ്ടും മാറി, അതിൻ്റെ സ്ഥിതിയൊക്കെ മാറിയിട്ട് ഞങ്ങൾ സീറ്റിൻ്റെ മേലെയാണോ അതോ സീറ്റ് ഞങ്ങളുടെ മേലെയാണോ. അപ്പോൾ എല്ലാം ഗുലുമാലായിട്ടാണ് ഉണ്ടായിരുന്നല്ലേ ആ ബസ്. ഏകായേക് ബസ് റുക്ക് ഗയി. പെട്ടെന്ന് ബസ് നിന്നു. ഏകായേക് പെട്ടെന്ന്. മാലൂം ഹുവാ कि पेट्रोल की टंकी में छेद हो गया है. അപ്പോൾ പെട്രോളിൻ്റെ ടങ്കി വളരെ പഴയതല്ലേ, അപ്പോൾ അതിന് ഹോളും വീണിരിക്കുകയാണ്. അപ്പോൾ പെട്രോൾ ഇങ്ങനെ ലീക്ക് ആവത്തില്ലേ. അപ്പോൾ ഡ്രൈവർ ने बाल्टी में पेट्रोल निकाल कर उसे बगल में रखा और नली डालकर इंजन में भेजने लगा. ഡ്രൈവർ എന്താ ചെയ്ത്, ബാൾട്ടി में पेट्रोल निकाल कर ഒരു ബക്കറ്റിൽ പെട്രോളൊക്കെ എടുത്തിട്ട് അടുത്ത് വെച്ചിട്ട് നലി ഡാൽക്കർ इंजन में भेजने लगा. അങ്ങനെ ട്യൂബ് ഇട്ടിട്ടൊക്കെ ഇഞ്ചനിൽ പെട്രോൾ അയക്കാൻ തുടങ്ങി. अब मैं उम्मीद कर रहा था कि थोड़ी देर बाद बस कंपनी के हिस्सेदार इंजन को निकाल कर गोद में रख लेंगे और उसे नली से पेट्रोल पिलाएंगे जैसे माँ बच्चे के मुंह में दूध की शीशी लगाती है. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, ഇതിന് പകരം ഇദ്ദേഹം, അതായത് ബസ് കമ്പനിയുടെ പാർട്ട്ണർ അല്ലേ, ഇഞ്ചൻ കൊ നിക്കാൽ കർ, അദ്ദേഹം എന്താ ചെയ്യുക, എഞ്ചിനെ എടുത്തിട്ട് മടിയിൽ വെച്ച് അതിൽ ഇങ്ങനെ കുഴൽ വെച്ചിട്ട് നലീസെ പെട്രോൾ പിലായെങ്കിൽ, എങ്ങനെ കുഴൽ വെച്ചിട്ട് ആ പെട്രോൾ അതിനെ എഞ്ചിനെ കുടിപ്പിക്കും. ജैसे माँ बच्चे के मुंह में दूध की शीशी लगाती है. എങ്ങനെയാണോ അമ്മ മടിയിലിരുത്തി കുട്ടിയെ കുപ്പിയിൽ പാല് കുടിപ്പിക്കുന്നത് അതുപോലെ പെട്രോള് ആ എഞ്ചിനെ കുടിപ്പിക്കുമായിരിക്കും ഈ പാർട്ട്ണർ അല്ലേ, ഈ കമ്പനിയുടെ പാർട്ട്ണർ എന്നൊക്കെ ലേഖകൻ കളിയാക്കുകയാണ് അല്ലേ, വ്യംഗ്യകർ രഹേ ഹൈ. ബസ് കി റഫ്താർ 15-20 मील हो गई थी. അപ്പോൾ ബസ്സിൻ്റെ സ്പീഡ്, റഫ്താർ എന്ന് പറഞ്ഞാൽ സ്പീഡ്, ബസ് കി റഫ്താർ 15-20 मील हो गई थी. അപ്പോൾ 15-20 മീലൊക്കെ ആയി. മുझे उसके किसी हिस्से पर भरोसा नहीं था. ഒരു പാർട്ടിനും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാരണം ബസ്സിൻ്റെ പാർട്സൊക്കെ ഇങ്ങനെ ഇളകുമായിരുന്നു അല്ലേ. ബ്രേക്ക് ഫെയിൽ ഹോ സക്താ ഹൈ, ബ്രേക്ക് ഫെയിൽ ആവാം, സ്റ്റിയറിംഗ് ടൂട്ട് സക്താ ഹൈ. പ്രകൃതിക്ക് ദൃശ്യ ബഹുത് ലുഭാവന. എന്നിട്ട് ലേഖകൻ പറയുകയാണ്, ആ സമയത്ത് പ്രകൃതി കാണാൻ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, അതായത് മനസ്സിനെ ആകർഷിക്കുന്ന പ്രകൃതി ഭംഗിയായിരുന്നു. ദോനോ തരഫ് ഹരേ ഭരേ പേട് തേ ജിൻ പർ പക്ഷി ബൈഠേ തേ. നല്ല ഭംഗിയായിരുന്നു, കാരണം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം, അവിടെ മുഴുവൻ വൃക്ഷങ്ങളായിരുന്നു. ആ വൃക്ഷങ്ങളിൽ പക്ഷികളെ കാണാം, പക്ഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, മെഹർ പേട് കോ അപ്ന ദുഷ്മൻ സമജ് രഹാ താ. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ വൃക്ഷങ്ങളെയും എന്തായിട്ടാണ് തോന്നിയത്, ശത്രുവായിട്ടാണ്, എനിമിയായിട്ട് അല്ലേ. ദുഷ്മൻ സമജ് രഹാ താ. ജോ ബി പേടാ താ ഡർ ലഗ്താ കി ഇസ്സെ ബസ് ടക്കറായേഗി. ഓരോ വൃക്ഷങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിൽ പേടിയായിരുന്നു, കാരണം ബസ് ടക്കറായേഗി, ബസ് പോയിട്ട് ഇടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നിക്കൽ ജാത്ത തോ ദൂസരെ പേട് കാ ഇന്തസാർ കർത്താ. അപ്പോൾ ഒരു വൃക്ഷം പോകുമ്പോഴേക്കും മറ്റേ പേടിന് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ झील दिखती तो सोचता कि इसमें बस ഗോത്ത ലഗാ ജായേഗി. ഝീൽ, തടാകം അല്ലേ. തടാകം കാണുമ്പോഴേക്കും എന്ത് തോന്നും മനസ്സിൽ, ഇപ്പോൾ അത് മുങ്ങും, അതായത് ഡുബ്ക്കി ലഗായേഗി. അപ്പോൾ ബസ് പോയിട്ട് അതിൽ മുങ്ങി വീഴും, തടാകത്തിൽ വീഴുമെന്നൊരു ആ പേടിയുണ്ടായിരുന്നു. ഗോത്ത ലഗാന ഡുബ്ക്കി ലഗാന, മുങ്ങും എന്നൊരു പേടിയുണ്ടായിരുന്നു. ഏക് ഫിർ ബസ് റുക്കി. വീണ്ടും പെട്ടെന്ന് എന്താ പറ്റിയത്, ബസ് വീണ്ടും നിന്നു. അപ്പം ഡ്രൈവറിനെ തരോ തർക്കീബേങ്കി പർവ്വത് ചലി നെയ്. അപ്പോൾ ഡ്രൈവർ എന്താ ചെയ്തത്, കുറേ ട്രൈ ചെയ്തു അല്ലേ, കുറേ ഐഡിയാസ് ഇങ്ങനെ യൂസ് ചെയ്തു എങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. ചലി നെയ്. സവിനയ അവജ്ഞ ആന്തോളൻ ശുരു ഹോ ഗയാ താ. വീണ്ടും ആ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനം, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം, അത് വീണ്ടും തുടങ്ങി. ശുരു ഹോ ഗയാ താ. കമ്പനി കെ ഹിസ്സേദാർ കഹ രഹേ थे ബസ് തോ ഫസ്റ്റ് ക്ലാസ് ഹൈ ജി, യോ തോ ഇത്തഫാഖ് കി ബാത് ഹൈ. അപ്പോൾ പറഞ്ഞു, എന്താ പാർട്ട്ണർ പറഞ്ഞത്, ആ കമ്പനിയുടെ പാർട്ട്ണർ അതിലുണ്ടായിരുന്നല്ലോ ബസ്സിൽ, അയാൾ എന്താ പറഞ്ഞത്, ബസ് തോ ഫസ്റ്റ് ക്ലാസ് ഹൈ. വീണ്ടും പറയുകയാണ്, ബസ് ഫസ്റ്റ് ക്ലാസ് ആണ്, അടിപൊളിയാണ്. യഹ് ഇത്തഫാഖ് കി ബാത് ഹൈ. ഇത് വെറും ഒരു ബൈ ചാൻസ് നടന്ന സംഭവമാണ് അല്ലേ. ഇത്തഫാഖ് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ്, പെട്ടെന്ന് നടന്നതാണ്. शीन चांदनी में वृक्षों की छाया के नीचे वह बस बड़ी दयनीय लग रही थी. ക്ഷീൺ ചാന്ദിനിമേ, ഇതിൽ എന്താണ് ചന്ദ്രൻ്റെ ആ ഇതിൽ ചാന്ദിനിമേ വൃക്ഷോം കി ഛായമേ, ആ വൃക്ഷങ്ങളുടെ തണലിൽ ആ
ബസ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. ബസ് ബഡി ദയനീയ ലഗ് രഹി ഥി, നല്ല വിഷമം തോന്നുന്നുണ്ടായി അത് കാണുമ്പോൾ. ദയനീയ അവസ്ഥയിലായിരുന്നു ആ ബസ്. ജैसे कोई वृद्धा थक कर बैठ गई हो, അങ്ങനെ ഒരു വൃദ്ധ ക്ഷീണിച്ച് ഈ മരത്തിൻ്റെ താഴെ ഇങ്ങനെ തണലിലിരിക്കുന്നത് പോലെ തോന്നി. ഹമേ ഗ്ലാനി ഹോ റഹി थी कि बेचारी पर लाद कर हम चल आ रहे हैं. അപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നുകയായിരുന്നു. ഗ്ലാനി എന്ന് പറഞ്ഞാൽ ഒരു ഗിൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ വിഷമം തോന്നിയത്? കാരണം പാവം, ബേച്ചാരി എന്ന് പറഞ്ഞാൽ പാവം ആ സ്ത്രീയുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു അല്ലേ. ലദ്കർ, ആ സ്ത്രീക്ക് ഇങ്ങനെ ഭാരമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. അഗർ ഇസ്ക പ്രാണാന്ത് ഹോ ഗയാ തോ ഇസ് ബിയാബൻ മേ ഹമേ ഇസ്കി അന്ത്യേഷ്ടി കർണി പടേഗി. പ്രാണാന്ത് എന്ന് പറഞ്ഞാൽ ജീവൻ പോയെങ്കിൽ, അതായത് പ്രാണത്തിൻ്റെ അന്ത്യമായെങ്കിൽ, അതായത് മരിച്ചിരുന്നെങ്കിൽ, ഹോ ഗയാ തോ ഇസ് ബിയാബൻ, അതായത് ഈ നിശബ്ദത, അതായത് നിശബ്ദമായിരിക്കുന്ന ഈ സ്ഥലത്ത്, വിജനമായിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എന്താ പറ്റുന്നത്? ഹമേ ഇസ്കി അന്ത്യേഷ്ടി കർണി പടേഗി, ശവസംസ്കാരം വരെ ചെയ്യേണ്ടതായിട്ട് വരും. കർണി പടേഗി. ഹിസ്സേദാർ സാബിനെ ഇഞ്ചൻ ഖോല ഓർ കുച്ച് സുധാര. ഹിസ്സേദാർ സാബ് എന്നാണ് പാർട്ട്ണർ എന്താ ചെയ്തത്? വീണ്ടും എൻജിൻ തുറന്നിട്ട് എന്തൊക്കെയോ ഒക്കെ ശരിയാക്കിയെടുത്തു. സുധാര. ബസ് ആകെ ചെല്ലി, പിന്നെ വീണ്ടും ബസ് മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. ഉസ്കി ചാൽ ഓർ കം ഹോ ഗയി തി. വീണ്ടും അതിൻ്റെ ആ പോക്ക്, ചാൽ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന ആ പോക്ക് വീണ്ടും കുറയാൻ തുടങ്ങി, ആ സ്പീഡ് കുറയാൻ തുടങ്ങി. ധീരെ ധീരെ വൃദ്ധാക്കി ആങ്കോക്കി ജ്യോതി ജാനെ ലഗി. അങ്ങനെ പതുക്കെ ആ വൃദ്ധയുടെ ആങ്കോക്കി ജ്യോതി എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി അല്ലേ, ആ കണ്ണിൻ്റെ ആ വെളിച്ചം പോയി തുടങ്ങി. അപ്പോൾ ചാന്ദിനി മേ രാസ്ത ടട്ടോൾ കർ റേങ് രഹി തി. ചാന്ദിനി മേ രാസ്ത ടട്ടോൾ കർ, അതായത് നിലാവിൽ ആ വഴി ഇങ്ങനെ നോക്കി തപ്പി നടക്കുമ്പോൾ റേങ് രഹിത്തി, അതായത് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്നത് പോലെ, അതായത് പതുക്കെയല്ലേ പോകുന്നത്. അപ്പോൾ ആകെ യാ പീछे से कोई गाड़ी आती दिखती तो वो एकदम किनारे खड़ी हो जाती और कहती. അപ്പോൾ എവിടെയെങ്കിലും ദൂരെ നിന്നെങ്ങാനും വണ്ടി വരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ എന്താ ചെയ്യുക? ആ വൃദ്ധ, അതായത് ആ ബസ് ഏകദം കിനാരെ കടി ഹോ ജാത്തി, ശരിക്കും ഇങ്ങനെ കോർണറിലോട്ട് ഇങ്ങനെ കയറി നിൽക്കും, ഇങ്ങനെ സൈഡിലോട്ടായിട്ട് നിൽക്കും. ഓർ കഹത്തി നിക്കൽ ജാവോ ബേട്ടി അപ്നി തോ ഉമ്ര ഹി നഹി രഹി. അപ്പോൾ പ്രായമുള്ളൊരു സ്ത്രീ പറയുന്നത് പോലെ ബസ് പറയുകയാണ് അല്ലേ, നിക്കൽ ജാവോ, അതായത് വണ്ടി ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പോകാനായിട്ട് വഴി വിട്ടുകൊടുക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് പ്രായമായി. അപ്നി തോ ഉമ്ര ഹി നഹി രഹി, സ്പീഡിൽ പോകാനുള്ള ആ കരുത്തില്ല അല്ലേ. അപ്പോൾ എനിക്ക് പ്രായമായി, പൊയ്ക്കോളൂ എന്ന രീതിയിൽ ഇങ്ങനെ വഴി വിട്ടു കൊടുക്കും എന്നാണ് ലേഖകൻ പറയുന്നത്. एक पुलिया के ऊपर पहुँचे ही थे कि एक टायर फिस करके बैठ गया. പുലിയ ഒരു ചെറിയൊരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എന്താ പറ്റിയത്? ടയറിൻ്റെ കാറ്റ് പോയി, ഫിസ് എന്ന ശബ്ദത്തിൽ പോയി. അപ്പോൾ ബഹുത് ജോർ സെ ഹിൽക്കർ थम गए. അപ്പോൾ ഇങ്ങനെ ആടിയിട്ടാണ് പിന്നെ ബസ് നിന്നുപോയത്. थम गई, हिलकर थम गई, നിന്നുപോയി. अगर स्पीड में होती तो ഉച്ചൽക്കർ നാലേ മേ ഗിർ ജാത്തി. അപ്പോൾ ആ ഒരു നാലയുടെ മുകളിലൂടെയാണ് ഈ ഇത് പോകുന്നത്, എന്താണ്, ചെറിയൊരു ബ്രിഡ്ജ് പോകുന്നത് അല്ലേ. तो ഉച്ചൽക്കർ എങ്ങാനും അതിൻ്റെ സ്പീഡ് കൂടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ നാലയിൽ, അതായത് ആ കാണയിൽ വീഴുമായിരുന്നു. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. वो टायरों की हालत जानते हैं, फिर भी जान हथेली पर लेकर इसी बस में सफ़र कर रहे हैं. ശ്രദ്ധാഭാവ് സെ ആരെയാണ് നോക്കിയത്? ലേഖകൻ എന്താ ചെയ്തത്? ആ പാർട്ട്ണറിൻ്റെ മുഖത്തിൽ ഇങ്ങനെ നല്ല ശ്രദ്ധാഭാവസെ, അതായത് വളരെ ബഹുമാനത്തോടെ ആ പാർട്ട്ണറിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. കാരണം എല്ലാം അറിയാം അല്ലേ, പാർട്ട്ണറിനെല്ലാം അറിയാം ഈ വണ്ടി ശരിയല്ല എന്നും വണ്ടിയുടെ ടയർ ശരിയല്ല എന്നും എല്ലാം അറിയുന്ന ആളാണ്. എന്നിട്ട് പോലും ആ ധൈര്യം അല്ലേ, ആ ധൈര്യത്തോടെ ആ പാർട്ട്ണർ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ബസ്സിൽ. അതുകൊണ്ട് എന്താ പറയുന്നത് ലേഖകൻ? ഇങ്ങനെ കളിയാക്കി പറയുകയാണ്. ശ്രദ്ധാഭാവ് സെ ദേഖാ और वह टायरों की हालत जानते हैं, फिर भी जान हथेली पर लेकर इसी बस से सफ़र कर रहे हैं. എന്നിട്ടും ആ ധൈര്യം കണ്ടില്ല, അതായത് ജീവൻ കയ്യിലിങ്ങനെ പിടിച്ചിട്ടാണ് അദ്ദേഹം യാത്ര, അതായത് ജീവൻ പോകാൻ പോലും ചാൻസ് ഉണ്ട്, എന്നിട്ട് പോലും അദ്ദേഹം യാത്ര ചെയ്യുന്നത് കണ്ടില്ല. അതുകൊണ്ട് ഉള്ള ആ ബഹുമാനത്തോടെ അദ്ദേഹത്തെ നോക്കി. ഉത്സർഗ കി ऐसी ഭാവന ദുർലഭ് है. സമ്മതിച്ചു കൊടുക്കണം അല്ലേ. ഉത്സർഗ കി ऐसी ഭാവന ദുർലഭ് है. ഉത്സർഗ് എന്ന് പറഞ്ഞാൽ ബലിദാൻ. അപ്പം ആ ബലിദാനം ചെയ്യാനുള്ള, അതായത് ഉത്സർഗ് കി ऐसी ഭാവന ദുർലഭ് है, ഇങ്ങനെ വിരളമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ
കിട്ടാനല്ലേ, ആ ബലിദാനം ചെയ്യാനുള്ള ആ മനസ്സ്. सोचा इस आदमी के साहस और बलिदान भावना का सही उपयोग नहीं हो रहा है. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ, ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ സാഹസവും ബലിദാനവും അങ്ങനെയുള്ള ആ ഭാവനകളുടെ ശരിക്കുമുള്ള ഉപയോഗം നടക്കുന്നില്ല അല്ലേ, ഉപയോഗം സംഭവിക്കുന്നില്ല. ഇസേ तो किसी क्रांतिकारी आंदोलन का नेता होना चाहिए. ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാന്തികാരി അല്ലേ, ക്രാന്തികാരി ആന്തോളൻ, അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കേണ്ടതായിരുന്നു ഇദ്ദേഹം. अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता बाहें पसारे उसका इंतज़ार करते. ലേഖകൻ പറയുകയാണ്, എങ്ങാനും ആ ബസ് ആ കാണയിൽ വീണായിരുന്നെങ്കിൽ, എന്നിട്ട് ഞങ്ങളെല്ലാവരും മരിച്ചു പോവുമായിരുന്നു അല്ലേ, അപ്പോൾ ആ സമയത്ത് ദൈവം എന്താ അയാളെ, അതായത് ദേവത ബാഹേം പസാർ, ഇങ്ങനെ കൈകളിങ്ങനെ നീട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇന്തസാർ കർത്തേ കേത്തെ വ മഹാൻ ആദ്മി, ആ മഹാനായ ആദ്മി, ആ മഹാനായ മനുഷ്യൻ ആരാണോ അദ്ദേഹം ടയർ ചേഞ്ച് ചെയ്യാതെ അല്ലേ, ഈ ടയർക്കേലിയെ പ്രാൺ ദേതി, ഒരു ടയറിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത മനുഷ്യൻ. അപ്പം മർ ഗയ പർ ടയർ നഹി ബദല, സമ്മതിക്കണം എന്നാണ് ദൈവം പറയുക. അതായത് മരിച്ചു പോയെങ്കിലും പക്ഷെ ടയർ മാറ്റിയിട്ടില്ല. അങ്ങനത്തെയുള്ള ആ മഹാനായ മനുഷ്യനെ ഇങ്ങനെ ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്നാണ് ലേഖകൻ പറയുന്നത്. ദൂസറ ഗിസ്സ ടയർ ലഗാക്കർ ബസ് ഫിർ ചലി. അപ്പോൾ രണ്ടാമത്തെ ടയർ, അതായത് ഒരു ടയർ എക്സ്ട്രാ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണെങ്കിലോ അതും ഇങ്ങനെ തെന്നി ഇങ്ങനെ ഇതായിരിക്കുകയാണ്, ഗിസ ഹുവ ടയർ. അപ്പോൾ അത് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങി ബസ് ഫിർ ചലി. अब हमने वक्त पर पन्ना पहुंचने की उम्मीद छोड़ दी थी. അതായത് ഇങ്ങനെ ടൈമിൽ എത്താനുള്ള ആ എക്സ്പെക്റ്റേഷനും എല്ലാം ഞങ്ങൾ വിട്ടു. ഉമ്മീദ് छोड़ दी थी. പന്ന കഭി ഭി പहुंचने की उम्मीद छोड़ दी थी. ഒരിക്കലും എത്തും എന്നുള്ള ആ വിശ്വാസം പോലും ഇല്ലായിരുന്നു, അതായത് ആ എക്സ്പെക്റ്റേഷൻ പോലും ഇല്ലായിരുന്നു. കഭി ഭി പहुंचने की उम्मीद छोड़ दी थी. ഇങ്ങനെ ഓടുന്ന ബസ്സിൽ എവിടെയും എപ്പോൾ ആണെങ്കിലും എത്താൻ സാധിക്കത്തില്ല എന്ന്, അതായത് അത് ആ എക്സ്പെക്റ്റേഷനേ ഇല്ലായിരുന്നു എത്തിച്ചേരുന്നത്. ലഗ്താ താ ജിന്ദഗി ഇസി ബസ് മേ ഗുസാർനി ഹൈ. തോന്നുന്ന ആ സമയത്ത് എന്താ തോന്നിയത്, ഈ ബസ്സിൽ തന്നെ ഇനി ജീവിതം ഞങ്ങൾ ജീവിക്കേണ്ടത്, ഇതിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ ജീവിതം. ഗുസാർനി ഹൈ, ഇതിൽ തന്നെ ഞങ്ങൾ ജീവിതം മുഴുവനും ഇങ്ങനെ ജീവിച്ചെടുക്കണം. ഇसे സീതെ ഉസ് ലോക് കെ പ്രയാൺ കർ ജാന ഹൈ. നേരെ പരലോകത്തെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ, യാത്ര ചെയ്ത് പോകേണ്ടി വരും. ഇസ് പൃഥ്വി പർ ഉസ്കി കോയി മൻസിൽ നഹി ഹൈ. ഈ ഭൂമിയിൽ ഈ ബസ്സിന് ഒരു ഡെസ്റ്റിനേഷനും ഇല്ല. അതായത് ബസ് ഇങ്ങനെ പോവുകയാണ്, ഇനി നേരെ മുകളിലോട്ടായിരിക്കും, അതായത് പരലോകത്തെ പോകത്തുള്ളൂ ഞങ്ങൾ. ഹമാരി ബേതാബി തനാവ് ഖത്മ ഹോ ഗയി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു മനസ്സിൽ ഒരു ബേതാബി, അതായത് വ്യാകുലതയോ ഒന്നുമില്ല. കാരണം എന്താണ്, ഈ ബസ് ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഞങ്ങൾ എവിടെ എത്തിച്ചേരുമെന്നൊന്നും എക്സ്പെക്റ്റേഷനേ ഇല്ല. അപ്പോൾ ഹം ബഡേ ഇത്മിനാൻ സെ ഘർ കി തറ ബാഠ് ഗേ. വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ ഇത്മിനാൻ സെ, അതായത് സമാധാനത്തോടെ, ഇത്മിനാൻ സെ ഘർ കി തറ ബാഠ് ഗേ. അപ്പോൾ വീട്ടിലൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ സമാധാനത്തോടെ എത്തിച്ചേരുന്ന ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ചിന്ത ജാത്തി രഹി, അങ്ങനെ എല്ലാ ടെൻഷനൊക്കെ ഇങ്ങനെ ചിന്തയൊക്കെ മാറി തുടങ്ങി, ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നു. അതുപോലെ ഹസി മസാഖ് ചാലു ഹോ ഗയ. അപ്പോൾ അതുപോലെ ചിരിയും ഇങ്ങനെ കളിയാക്കലും പിന്നെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചാലു ഹോ ഗയ, അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കാൻ തുടങ്ങി എന്നാണ് ലേഖകൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. कारण बताए, मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. लेखक के मन में हिस्सेदार साहब के लिए श्रद्धा क्यों जाग गई. അപ്പോൾ ലേഖകൻ പറയുകയാണ്, എനിക്ക് ആദ്യമായിട്ട്, കാരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ആദ്യമായിട്ട് ആ ബസ് കമ്പനിയുടെ ആ പാർട്ട്ണറിനോട് വളരെയധികം ശ്രദ്ധ തോന്നി. ശ്രദ്ധാഭാവ് സെ ദേഖ, വളരെയധികം ശ്രദ്ധയോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി, അതായത് അതിന് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നി. ലേഖക് മൻമി ഹിസ്സേദാർ സാബ് കെ ലിയെ ശ്രദ്ധ ക്യൂം ജാഗൈ. എന്തുകൊണ്ടാണ് ആ ശ്രദ്ധാഭാവം ആ സമയത്ത് വന്നത്. लेखक के मन में बस कंपनी के हिस्सेदार साहब के लिए श्रद्धा इसलिए जाग गई कि वह टायर की स्थिति से परिचित होने के बावजूद भी बस को चलाने का साहस जुटा रहा था. അതായത് ആ പാർട്ട്ണറിന് എല്ലാം അറിയാം, ബസ് ശരിയല്ല, ബസ്സിൻ്റെ ടയർ ശരിയല്ല, എല്ലാം അറിഞ്ഞിട്ട് പോലും ആ സ്ഥിതിയിൽ എല്ലാം അറിഞ്ഞിട്ട് പോലും ആ ബസ് ഓടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ് അല്ലേ. സാഹസ് ജുട്ടാ രഹാ, ആ ധൈര്യം കാണിക്കുകയാണ്.
അദ്ദേഹം. അപ്പോൾ കമ്പനി का हिस्सेदार अपनी पुरानी बस की खूब तारीफ कर रहा था. അതുമാത്രമല്ല കമ്പനിയുടെ പാർട്ട്ണർ വളരെയധികം പുകഴ്ത്തുകയുമാണ് ആ ബസ്സിന് അല്ലേ. പുരാനി ബസ് की खूब तारीफ പുകഴ്ത്തുകയാണ്. अर्थ मोह की वजह से ആത്മബലിദാൻ की ऐसी ഭാവന ദുർലഭ് थी. അതായത് അർത്ഥമോ, അതായത് കാശ് സമ്പാദിക്കാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടാകുന്ന ആ ബലിദാനം അല്ലേ, ആത്മബലിദാനം, ആത്മാർപ്പണം, അത് की ऐसी ഭാവന ദുർലഭ, അത് ലഭിക്കാനില്ല, അത് വിരളമാണ്. जिसे देखकर लेखक हतप्रभ हो गए और उनके प्रति उनके मन में श्रद्धा भाव उमड़ता है. അപ്പോൾ ഹത്പ്രഭ, അത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ട് അങ്ങനെ മുഴുകി അദ്ദേഹത്തിനോട് വളരെയധികം റെസ്പെക്റ്റ് തോന്നി എന്നാണ് പറയുന്നത്. कारण बताए, लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफ़र नहीं करते. ലോഗോ ने സലാഹ ക്യോं दी? അപ്പോൾ കാരണം പറയാനാണ് പറയുന്നത്. ലോഗോനെ സലാഹ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താ ഇത് പറഞ്ഞത്, അഭിപ്രായം പറഞ്ഞത്, कि समझदार आदमी इस शाम वाली बस, ഈ വൈകിട്ടുള്ള ഈ ബസ് അല്ലെ, വൈകിട്ടുള്ള ഈ വൈകുന്നേരമുള്ള ഈ യാത്ര അതായത് ബസ്സിൽ ഉള്ള യാത്ര പോരതാരും എന്നാണ് അവർ ഉപദേശിച്ചത് അല്ലേ. ലോഗോനെ സലാഹ ക്യോं दी, എന്തുകൊണ്ടാണ് ഇത് ഉപദേശിച്ചത് അവർ? लोगों ने लेखक को यह सलाह इसलिए दी क्योंकि वे जानते थे कि बस की हालत बहुत ख़राब है. കാരണം എന്തായിരുന്നു, ആൾക്കാർക്ക് അറിയാമായിരുന്നു. എന്തറിയാം? ഈ ബസ്സിൻ്റെ ആ സ്ഥിതി ശരിയല്ല, സ്ഥിതി വളരെ മോശമാണ്. ഖറാബ് ഹെ, ബസ് കാ കോയി ഭരോസ നഹി ഹെ, ഒരു വിശ്വാസവും ഇല്ല. ഭരോസ എന്ന് പറഞ്ഞാൽ വിശ്വാസവും ഇല്ല. ബസ് എങ്ങനെ ഓടുമെന്നോ അത് വഴിയിൽ നിൽക്കുമെന്നോ ഒന്നും വിശ്വാസമില്ല അവർക്ക്. कि यह कब और कहाँ रुक जाए, എപ്പോൾ നിൽക്കുമെന്ന് അറിയില്ല. शाम बीते ही रात हो जाती है और रात रास्ते में कहाँ बितानी पड़ जाए, എവിടെ നിൽക്കുമെന്നോ ബസ് അല്ല വൈകിട്ടാകുമ്പോഴേക്കും പെട്ടെന്ന് വേഗം രാത്രിയാവുകയും ചെയ്യും. അപ്പോൾ രാത്രിയിലെങ്ങാനും വണ്ടി നിന്നാലോ, കുച്ച് പത്താ नहीं रहता, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ആ ബസ്സിൻ്റെ സ്ഥിതി. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അതറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ബുദ്ധിയുള്ള ആൾ, അതായത് അറിവുള്ള ആൾ ഒരിക്കലും ഈ ബസ്സിൽ, പ്രത്യേകിച്ച് വൈകുന്നേരമുള്ള ഈ ബസ്സിൽ ഒരിക്കലും കയറത്തില്ല. ഉൻകെ അനുസാർ യഹ് ബസ് ഡാക്കിൻ കി തറഹ് ഹെ, അതായത് ഡാക്കു അല്ല ഡാക്കിനെ പോലെയാണ് ഈ ബസ്, അതായത് പേടിയാവും എന്നാണ് ആൾക്കാർ പറഞ്ഞത്. कारण बताए, ऐसा जैसे सारी बस ही इंजन है और हम इंजन के भीतर बैठे हैं, लेखक को ऐसा क्यों लगा? ഇത് ലേഖകൻ പറഞ്ഞതാണ്. ऐसा जैसे सारी बस ही इंजन है, മുഴുവൻ ബസ്സും ഒരു എഞ്ചിനെ പോലെയാണെന്നും ആ എഞ്ചിൻ്റെ അകത്ത് ഞങ്ങൾ ഇരിക്കുകയാണെന്നുമാണ് ലേഖകൻ പറഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു? जब बस चालक ने इंजन स्टार्ट किया, बस चालक എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തബ് സാരി ബസ് झंझनाने लगी, ഇങ്ങനെ സൗണ്ട് ആവാൻ തുടങ്ങി അല്ലെ, മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. झंझनाने लगी और लेखक को ऐसा प्रतीत हुआ कि पूरी बस ही इंजन है. അങ്ങനെ പ്രതീത് എന്ന് പറഞ്ഞാൽ തോന്നുക. അപ്പോൾ എങ്ങനെയാണ് ലേഖകന് തോന്നിയത്? അത് മുഴുവൻ ബസ്സും ഒരു എഞ്ചിനെ പോലെയാണ്, അതായത് മുഴുവനായിട്ടും കുലുങ്ങുകയായിരുന്നു അല്ലേ. മാനോ വ ബസ് കെ ഭീത്തർ ന ബാറ്റ്കർ ഇഞ്ചിൻ കെ ഭീത്തർ ബാറ്റാ ഹുവാ ഹോ, എഞ്ചിൻ്റെ അകത്താണ്, ബസ്സിന് പകരം എഞ്ചിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. अर्थात इंजन के स्टार्ट होने पर इंजन के पुर्जों की भांति बस के यात्री हिल रहे थे. इंजन എങ്ങനെയാണ് പാർട്സ് ഉണ്ടാവില്ല, ഇഞ്ചിൻ്റെ പാർട്സ് അത് ഇങ്ങനെ അനങ്ങുന്നത് പോലെ, കുലുങ്ങുന്നത് പോലെ ഈ യാത്രികൾ, ബസ്സിൻ്റെ ഉള്ളിലുള്ള യാത്രികൾ അനങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിലല്ല ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന് ലേഖകൻ പറയാൻ കാരണം. कारण बताएं, गजब हो गया, ऐसी बस अपने आप चलती है. लेखक को यह सुनकर हैरानी क्यों हुई? റീസൺ പറയാനാണ് പറയുന്നത്. ഗസബ് ഹോ ഗയ ऐसी ബസ് अपने आप चलती है, ഇത് ലേഖകൻ പറഞ്ഞതാണ്. ലേഖകൻ അതിശയം തോന്നിപ്പോയി. കാരണം ബസ് കമ്പനിയുടെ ആൾ പറഞ്ഞു ഇത് തന്നെത്താനെ ഓടുക മാത്രമല്ല തന്നെത്താനെ അത് അത് കേട്ടപ്പോൾ തന്നെ ലേഖകന് അതിശയമാണ് തോന്നിയത്. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്നാണ്, കാരണം അതിശയം തോന്നാൻ കാരണം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബസ് की वर्तमान स्थिति देखते हुए इस प्रकार का आश्चर्य व्यक्त करना स्वाभाविक था. ഇപ്പോഴുള്ള സ്ഥിതി അല്ലെ, വർത്തമാൻ സ്ഥിതി, ഇപ്പോഴുള്ള ആ ബസ്സിൻ്റെ ആ സ്ഥിതി കാണുമ്പോൾ ആർക്കായാലും അതിശയം തോന്നും അല്ലേ. ആശ്ചര്യ വ്യക്ത करना स्वाभाविक था, നാച്ചുറലാണ്. देखने से लग नहीं रहा था कि बस चलती भी होगी, കാരണം അതങ്ങനെ പൊട്ടി ഇങ്ങനെ ചീത്തയായിരിക്കുകയായിരുന്നു ബസ് അല്ലേ, അത് ഓടുമെന്ന് പോലും ഞങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ परंतु जब लेखक ने बस के हिस्सेदार से पूछा तो उसने कहा चलेगी ही नहीं, अपने आप चलेगी. അപ്പോൾ പാർട്ട്ണർ, ആ ബസ് കമ്പനിയുടെ ആ പാർട്ട്ണർ എന്താ പറഞ്ഞത്? നല്ല വിശ്വാസമായിരുന്നു അയാൾക്ക് അല്ലേ, ആ ബസ് എന്തായാലും ഓടുമെന്ന്. അപ്പോൾ ഹിസ്സേദാർ എന്താ പറഞ്ഞത്? അത് ഓടുക മാത്രം തന്നെത്താനെ ഓടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴാണ്
ലേഖകന് അതിശയം തോന്നിയത്. कारण बताएं. मैं हर पेड़ को अपना दुश्मन समझ रहा था. लेखक पेड़ों को अपना दुश्मन क्यों समझ रहा था? ലേഖകൻ എന്താ പറഞ്ഞത്? ഓരോ വൃക്ഷങ്ങളെയും ഞാൻ ശത്രുവായിട്ടാണ് ആ സമയത്ത് കണ്ടത് അല്ലേ. ലേഖകൻ അങ്ങനെ വൃക്ഷങ്ങളെ എന്തുകൊണ്ട് ശത്രുവായിട്ട് കണ്ടു എന്നാണ്. ക്യൂ സമझ रहा था. बस की जर्जर अवस्था से लेखक को ऐसा महसूस हो रहा था कि बस की स्टीयरिंग कहीं भी टूट सकती है तथा ब्रेक फेल हो सकता है. ആ സ്ഥിതി, ആ ബസ്സിൻ്റെ ആ പൊട്ടിയിരിക്കുന്ന ആ സ്ഥിതിയൊക്കെ കണ്ടപ്പോൾ ലേഖകന് മെഹസൂസ് ഹോ റഹാ था, തോന്നുകയായിരുന്നു. എന്താ തോന്നിയിരുന്നത്? സ്റ്റിയറിംഗ് എപ്പോൾ പൊട്ടിപ്പോകുമെന്നറിയില്ല. സ്റ്റിയറിംഗ് കഹീ ബി ടൂട്ട് സക്തി ഹൈ തഥാ ബ്രേക്ക് ഫെയിൽ എപ്പോൾ ആവുമെന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു പേടി लेखकൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ऐसे में लेखक को डर लग रहा था कि कहीं उसकी बस किसी पेड़ से टकरा न जाए. അപ്പോൾ ആ സമയത്ത് ലേഖകന് ഓരോ വൃക്ഷങ്ങളിങ്ങനെ അടുത്ത് വരുമ്പോൾ തോന്നും ഇപ്പോൾ പോയിട്ട് ബസ് അതിന് മുട്ടും എന്ന് തോന്നുമായിരുന്നു. पेड़ से टकरा न जाए. एक पेड़ निकल जाने पर वह दूसरे पेड़ का इंतज़ार करता था. അപ്പോൾ ഒരു വൃക്ഷം ആകുമ്പോഴേക്കും വീണ്ടും അടുത്ത വൃക്ഷം വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. കാരണം എങ്ങാനും അത് വണ്ടി പോയിട്ട് അതിന് ഇടിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു ലേഖകന്. इंतज़ार करता था कि बस कहीं इस पेड़ से न टकरा जाए. और यही वजह है कि लेखक को हर पेड़ अपना दुश्मन लग रहा था. അതുകൊണ്ടായിരുന്നു അദ്ദേഹം ആസ്വദിക്കാതെ ഇതിൻ്റെ എന്താണ് ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാതെ ആ വൃക്ഷങ്ങളെ കണ്ട് പേടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആ ഓരോ വൃക്ഷവും ശത്രുക്കളെ പോലെയാണ് തോന്നിയത്. भाषा की बात. बस, वश, बस 3 शब्द हैं. इनमें बस सवारी के अर्थ में, बस सवारी के अर्थ में, वश अधीनता के अर्थ में और बस पर्याप्त यानी कि काफ़ी के अर्थ में प्रयुक्त होता है. അതായത് ബസ്, വഷ്, ബസ്. അതായത് ബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്. പിന്നെ വഷ് എന്ന് പറഞ്ഞാൽ അധീനത, അതായത് കൈക്കലാക്കുക. പിന്നെ ബസ് അതായത് മതി എന്ന അർത്ഥത്തിൽ വരുന്ന ബസ്. അപ്പോൾ ജैसे बस से चलना होगा, मेरे वश में नहीं है और अब बस करो, അങ്ങനത്തെ വേർഡ്സ് അല്ലേ. ജैसे ബസ് से चलना होगा. ബസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താ അവിടെ യൂസേജ്? വണ്ടി എന്ന അർത്ഥമാണ് അല്ലേ. മേരെ വശ് മേ നഹി എന്ന് പറഞ്ഞാൽ എൻ്റെ വശത്തില്ല, എൻ്റെ പക്കലില്ല, എൻ്റെ വശത്തില്ല എന്നർത്ഥം. അബ് ബസ് കറോ, അബ് ബസ് കറോ എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. ഉപയുക്ത വാക്യോं के समान വശ്, ബസ് ശബ്ദ സെ ദോ വാക്യ ബനായ. അങ്ങനെ രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വശ്, ആജ്കൽ കെ ബച്ചോं को समझना सबके वश की बात नहीं. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് അവരെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ്. വശ് ഭഗവാൻ കി കർണി മനുഷ്യക്ക് വശ് മേ നഹി. പിന്നെ ബസ് കറോ കിത്ന ഖാവോगे, മതി ഇനി എത്ര കഴിക്കുമെന്നത്. അവിടെ ബസ് എന്ന് പറഞ്ഞാൽ ബസ് കറോ ഇത്ന കാഫി ഹൈ, ഇനി മതി, ഇത്രയും മതി എന്ന അർത്ഥമാണ് വരുന്നത്. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चलें. पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है. ഈ സെൻറ്റൻസിൽ ऊपर दिए गए वाक्यों में ने, की, से आदि वाक्य के 2 शब्दों के बीच संबंध स्थापित कर रहे हैं. അതായത് അതിൽ ने എന്നതും की എന്നതും से, അതായത് ആദ്യം കൊടുത്തതിൽ हम 5 मित्रों ने तय किया. അപ്പോൾ അവിടെ രണ്ടും എന്താണ്, രണ്ടും ജോയിൻറ്റ് ചെയ്യുവാണ് അല്ലേ. മിത്രോം നെ തയ്ക്കുക. ആരാണ് തീരുമാനിച്ചത്? മിത്രോനെ. അപ്പോൾ പിന്നെ അതിന് ശേഷം എന്താ വരുന്നത്? ഷാം 4 ബജെ കി ബസ് അല്ലേ. 4 ബജെ കി എന്താണ് 4 മണിക്കുള്ളത്? ബസ്. അപ്പോൾ 4 ബജെ കി ബസ്. പിന്നെ ബസ് സേ ചലെ, അപ്പോൾ എന്തിലാണ് പോകുന്നത്? ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ് സേ ചലെ. അപ്പോൾ അത് രണ്ടും ബന്ധമുള്ളതാണ് അല്ലേ. 2 വേർഡ്സിനെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ऐसे शब्दों को कारक कहते हैं, അതിനാണ് കാരക് എന്ന് പറയുന്നത്. इसी तरह 2 वाक्यों को एक साथ जोड़ने के लिए की का प्रयोग करते हैं. की, उसने कहा की അങ്ങനെ പറയത്തില്ല. അപ്പോൾ की എന്ന പ്രയോഗം. അപ്പോൾ कहानी में से दोनों प्रकार के 4 वाक्यों को चुनिए. यह समझ में नहीं आता कि सीट पर हम बैठे हैं या सीट हम पर बैठी है. മനസ്സിലാവുന്നില്ല എന്തെന്നാൽ ആ രീതിയിലാണ് വരുന്നത്. आता कि सीट पर हम बैठे हैं या सीट हम पर बैठी है. नई नवेली बसों से ज़्यादा विश्वसनीय है. नई नवेली പുതിയ ബസ്സിനേക്കാൾ വിശ്വസനീയമാണ്. അതായത് സേ ജ്യാദ അല്ലേ, പഴയ പുതിയതിനേക്കാളും അത് കണക്റ്റഡ് ആണ്. അപ്പോൾ യह बस पूजा के योग्य थी. बस कंपनी के एक हिस्सेदार भी उसी बस में जा रहे थे. बस कंपनी के एक हिस्सेदार भी.
हम फ़ौरन खिड़की से दूर सरक गए. चांदनी में रास्ता टटोलकर वह रेंग रही थी. അപ്പോൾ ഫോറൻ പെട്ടെന്ന് ഞങ്ങൾ ആ ഖിടക്കി, അതായത് ആ വിൻഡോ സൈഡിൽ നിന്നും ദൂർ സരകെ, അങ്ങോട്ട് പിന്നോട്ട് മാറി, പതുക്കെ മാറി. ചാന്ദിനി മേ രാസ്ത ടട്ടോൾക്കർ വ റേങ് രഹിത്തി. ചാന്ദിനി എന്ന് പറഞ്ഞാൽ നിലാവിലിങ്ങനെ തപ്പി, വഴി തപ്പി നടക്കുകയായിരുന്നു ആ വണ്ടി. ടട്ടോൾക്കർ വ റേങ് രഹിത്തി, പതുക്കെ പോവുകയായിരുന്നു, ഇഴഞ്ഞു പോകുന്ന പോലെ. റേങ് രഹിത്തി. ദിയെ ഗയെ വാക്യോं में आई सरकना और रेंगना जैसी क्रियाएं दो प्रकार की गतियां दर्शाती हैं. അപ്പോൾ സറക്ന റേങ്ന അത് രണ്ട് ക്രിയകളാണ്, അല്ലെ, രണ്ട് പ്രവൃത്തികളാണ് കാണിക്കുന്നത്. ഗതിയാം ദർശാത്തി हैं, രണ്ട് സ്ഥിതി विशेष. ऐसी कुछ और क्रियाएं एकत्र कीजिए जो गति के लिए प्रयुक्त होती हैं, ജैसे घूमना ഇത്യാദി. ഉനെ വാക്യോമേ പ്രयोग कीजिए. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഘൂംന എന്നതുപോലെ തന്നെ സറക്ന റേങ്ന എന്നതുപോലെ തന്നെ എഴുതാൻ. അപ്പോൾ ടെഹൽന എന്ന് പറയാം, അതായത് നടക്കാൻ പോവുക. ദാദാജിക്കോ ടെഹൽന അച്ഛാ ലഗ്താ ഹൈ. പിന്നെ ചൽന നടക്കുക. ചൽന സെഹത് के लिए बहुत लाभदायक है. कांच बहुत कम बचे थे, जो बचे थे उनसे हमें बचना था. इस वाक्य में बच शब्द को दो तरह से प्रयोग किया गया है. कांच बहुत कम बचे थे, जो बचे थे उनमें हमें बचना था. അപ്പോൾ बचे थे फिर बचना, ഇത് രണ്ടും രണ്ട് അർത്ഥമാണ്, അല്ലെ. ശബ്ദ को दो तरह से प्रयोग किया गया है. അപ്പോൾ एक ശേഷ് के अर्थ में, അതായത് ബച്ചേ ഥേ എന്ന് പറയുന്ന അവിടെ എന്താണ്, ശേഷ് എന്നർത്ഥം, ബാക്കിയുള്ളത് എന്നർത്ഥമാണ്. और दूसरा സുരക്ഷ, ബച്ചന എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പോൾ സുരക്ഷ के अर्थ में है. പിന്നെ നീച്ചെ ദിയേ ഗയെ ശബ്ദോं को वाक्यों में प्रयोग करके देखिए. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് വാക്യത്തെ പ്രയോഗിച്ച് എഴുതുക. ध्यान रहे एक ही शब्द वाक्य में 2 बार आना चाहिए और शब्दों के अर्थ में कुछ बदलाव होना चाहिए. ध्यान रहे एक ही शब्द वाक्यों में 2 बार, ആ വാക്യത്തിൽ 2 പ്രാവശ്യം ഒരേ ശബ്ദം വരികയും ചെയ്യണം. അതുമാത്രമല്ല ശബ്ദോं के अर्थ, ആ ശബ്ദത്തിൻ്റെ അർത്ഥമേ കുച്ച് ബദലാവ് ഹോനാ ചാഹിയെ, എന്തെങ്കിലും കുറച്ച് വ്യത്യാസമാണ്, അല്ലേ. ജൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീന ഗരം ജൽ സെ ബുരി തര ജൽ ഗയി. ഇതിൽ ജൽ എന്ന അക്ഷരം, ജൽ എന്ന ശബ്ദം രണ്ട് വിധത്തിൽ, അതായത് ജൽ എന്ന് പറഞ്ഞാൽ പാനി എന്നും ജൽ ഗയി എന്ന് പറഞ്ഞാൽ പൊള്ളിപ്പോയി, അല്ലേ. പൊള്ളി, ആ ചൂട് വെള്ളം കൊണ്ട് ശരീരം പൊള്ളി. ഗരം ജൽ സെ ബുരി തര ജൽ ഗയി. പിന്നെ ഹാർ, यह प्रतियोगिता के इस पड़ाव में जिसकी जीत होगी उसे मोतियों का हार मिलेगा और जिसकी हार होगी वह प्रतियोगिता के बाहर हो जाएगा. അപ്പോൾ ആരാണ് ജയിക്കുന്നത് അവർക്ക് എന്താ കിട്ടുക, മോത്തിയോं का हार, അതായത് മുത്തുമാല കിട്ടും. അപ്പോൾ അതിൻ്റെ മാല എന്ന അർത്ഥമാണ് ഹാർ എന്ന് വരുന്നത് അവിടെ. പിന്നെ और जिसकी हार होगी, ആരാണോ തോൽക്കുന്നത്, ഹാർ എന്നത് അവിടെ തോൽവിയാണ് കാണിക്കുന്നത്, ഹാർ എന്ന അർത്ഥം, അതിൻ്റെ അർത്ഥം എന്താണ്, തോൽവി. അപ്പോൾ ഹാർ ഹോഗി വ പ്രതിയോഗിതാക്കെ ബാഹർ ഹോ ജായേഗി. അപ്പോൾ ജൽ എന്നതിന് അവിടെ മുകളിൽ ജലമെന്നും അർത്ഥമുണ്ട്, വെള്ളമെന്നും ഉണ്ട് അർത്ഥം. പിന്നെ പൊള്ളുക എന്നുണ്ട്. ഹാർ എന്നതിന് മാല എന്നതിനും അർത്ഥമുണ്ട്. പിന്നെ തോൽക്കുക എന്നതും അർത്ഥം വരുന്നുണ്ട്. ഓക്കെ. बोलचाल में प्रचलित अंग्रेज़ी शब्द फर्स्ट क्लास में 2 शब्द हैं, फर्स्ट और क्लास. यहाँ क्लास का विशेषण है फर्स्ट. चूँकि फर्स्ट संख्या है, फर्स्ट क्लास संख्यावाचक विशेषण का उदाहरण है. അപ്പോൾ ഫസ്റ്റ് എന്നത് ഒരു സംഖ്യയായിട്ടാണ്, അല്ലേ. അപ്പോൾ സംഖ്യാവാചക് വിശേഷണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്പേഴ്സിനെയാണ് കാണിക്കുന്നത്, അല്ലേ, സംഖ്യയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സംഖ്യയാണ്. അപ്പോൾ ഫസ്റ്റ് എന്നത് വിശേഷണമാണ്, സംഖ്യാവാചക് വിശേഷണമാണ്. അപ്പോൾ മഹാൻ ആദ്മി മേ കിസി ആദ്മി की विशेषता है മഹാൻ, അല്ലെ, ഒരു ആദ്മിയുടെ വിശേഷണമാണ് മഹാൻ എന്നത്. ഇത് ഗുണവാചക് വിശേഷണ, ഗുണത്തെയാണ് കാണിക്കുന്നത്, മഹാനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണത്തെയാണ്. സംഖ്യാവാചക് വിശേഷൻ और गुणवाचक विशेषण के 2 उदाहरण खोज कर लिखिए. രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യാവാചക് വിശേഷണം എന്ന് പറഞ്ഞാൽ സംഖ്യാവാചക് വിശേഷൻ 4, 8, 10, അല്ലേ. 4 पहिए की गाड़ी, അല്ലെങ്കിൽ 8 लड़के हैं वहाँ, 8 गाय हैं, അല്ലേ. അപ്പോൾ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ അതിന് സംഖ്യാവാചക് വിശേഷണം എന്ന് പറയും. ചാന്ദിനി റാത്ത് അല്ലെങ്കിൽ സമജ്ദാർ ആദ്മി. അപ്പോൾ ചാന്ദിനി റാത്ത് എന്ന് പറഞ്ഞാൽ നല്ല നിലാവുള്ള രാത്രി. അപ്പോൾ നിലാവ് എന്നത് അതിൻ്റെ വിശേഷണമാണ്, അതിന് ഗുണത്തെ കാണിക്കുകയാണ്. സമജ്ദാർ ആദ്മിയുടെ വിശേഷണമാണ് മറ്റേ സമജ്ദാർ എന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്